ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി 144 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ അഭ്യസിപ്പിക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ പോകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിൽ വരുന്ന ശത്രുക്കളോട് എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് പലപ്പോഴും നമ്മൾക്കൊരു കൺഫ്യൂഷൻ മൈൻഡാണ്. നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലത്തെ നമ്മൾ എങ്ങനെ നേരിടണമെന്ന് പലപ്പോഴും നമുക്കൊരു വളരെ വിഷമകരമായ സാഹചര്യത്തിലാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മളുടെ മുൻപിൽ വരുന്ന ശത്രുക്കളെ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നമ്മെ അഭ്യസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അഭ്യാസ പാഠശാലയിൽ നാം ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, യിരെമ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പാത്രം പോലെ ഉടച്ചു വാർത്ത് ദൈവത്തിൻ്റെ ഹിതകരമായ നിലയിൽ ഒരു നല്ല വസ്തുവാക്കി, അർത്ഥാൽ നമുക്കെതിരായി വരുന്ന ശത്രുക്കളോട് നേരിടുവാൻ തക്കണമുള്ള ഒരു കൃപയുടെ ബലം പകർന്ന ഒരു ദൈവവൈതലാക്കി ദൈവം നമ്മെ തീർക്കും. ദൈവം ആരാണ്? നമ്മെ യുദ്ധത്തിനായി നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കൈകളെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയും അതേ വേണ്ട നിലയിൽ അഭ്യാസനങ്ങൾ നൽകി ശത്രുവിനോട് പോരാടുവാനുള്ള ഒരു വലിയ ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലമാകിയാൽ നമ്മെ അഭ്യസിപ്പിക്കുന്ന ഈ നല്ലവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രയാസങ്ങളും, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളോടും എങ്ങനെ പോരടിക്കണം, എങ്ങനെ ജയിക്കണമെന്ന് ദൈവം നമ്മളെ അഭ്യസിപ്പിക്കും. ദൈവം നമ്മളെ പഠിപ്പിക്കും. ആ ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത്, ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇവിടെ സങ്കീർത്തനക്കാരൻ 144 സങ്കീർത്തനത്തിൽ പറഞ്ഞതാണ്, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. നമ്മുടെ കൈകളെയും നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നവനായ ഒരു നല്ല കർത്താവ്. ആകയാൽ നാം ഭാരപ്പെടുകയല്ല, ഭയപ്പെടുകയല്ല. നാം വേണ്ടത് പഠിച്ചെടുക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ പഠിപ്പിക്കും, ദൈവം നമ്മെ അഭ്യസിപ്പിക്കും. ദൈവം നമ്മെ പറഞ്ഞു തരുന്ന ആ രീതിയിൽ കൂടെ നമ്മുടെ ശത്രുവിനോട് നമുക്ക് പോരാടുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ശത്രുവിനെ നമുക്ക് ജയിപ്പാൻ സാധിക്കും. ആകയാൽ ഈ പകൽക്കാലം നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങൾ എന്തുമായിക്കോട്ടെ, ആ പ്രതികൂലങ്ങളെ നേരിടുവാൻ തക്കണമുള്ള ഒരു അഭ്യാസനം നാം പ്രാപിച്ചെടുക്കുക. അത് സാധിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ദൈവം നമ്മെ ബലപ്പെടുത്തും. ആ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും നല്ല അഭ്യാസം പ്രാപിച്ച് നമുക്ക് ശത്രുവിനെ നേരിടാം, നമ്മുടെ പ്രതികൂലങ്ങളെ നമുക്ക് ജയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.